നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലഘട്ടങ്ങളിലെ നിങ്ങൾ അതിനെ എങ്ങനെ ടാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന കാലം, ഇപ്പം നിങ്ങളെ ഭർത്താവ് തെറ്റിദ്ധരിക്കുമോ? നിങ്ങൾ നിഷ്കളങ്കയാണെന്ന് നിങ്ങൾക്കറിയാം, നിൻ്റെ ദൈവത്തിനും അറിയാം. പക്ഷേ ഭർത്താവ് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾ എല്ലാ നാട്ടുകാരെ വീട്ടിൽ ഓരോ ബന്ധുക്കളെ സ്വന്തപ്പെട്ട് പറയും, ഒന്ന് പറയേ, ഞാനിങ്ങനെ ഇത്രയും നിഷ്കളങ്കമായിട്ട് ജീവിച്ചിട്ടും ഞാനിങ്ങനെ കുറിച്ച് കയറുകയാണ് ജീവിതത്തിൽ. യു ഷുഡ് നോട്ട് ടോക്ക് ടു എനിബഡി. നിങ്ങൾ ഒരു മനുഷ്യന്മാരോട് ഇത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ മനുഷ്യന്മാരോട് പറയുന്ന അനുസരിച്ചുകൊണ്ട് ഗ്രേസ് ടാപ്പിംഗ് നടക്കത്തില്ല. ഗ്രേസ് ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപ ടാപ്പ്, റബ്ബർ ടാപ്പ് ചെയ്യത്തില്ലേ? റബ്ബർ നമ്മൾ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ആൾക്കാർ ടാപ്പിംഗ് തുടങ്ങത്തില്ലേ? അതുപോലെ ഗ്രേസ് ടാപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ നിഴലിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ടാപ്പിംഗ് ടൈം ആണെങ്കിൽ എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. ടാപ്പിംഗ് ടൈമിൽ എന്താണ്? ഇപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആൾക്കാർ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ വിളിച്ച് കൂട്ടിയൊക്കെയാണ് പറഞ്ഞാൽ, അല്ല, അതൊരു സൈലൻ്റ് ആയിട്ട് അവരും റബ്ബർ മരവും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. വേറെ ആരും അവിടെ ഇല്ല. റബ്ബർ മരവും അവരും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. ചിലപ്പോൾ ഇരുട്ടത്തായിരിക്കും, സൈലൻ്റ് ആയിരിക്കും ചെയ്യേണ്ടതില്ല. ടാപ്പിംഗ് ടൈം എപ്പോഴും സൈലൻ്റാണ്, നിശബ്ദത. അമ്മ എപ്പോഴും അങ്ങനെയാണ്.